അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഒരുപാട് ഉമ്മമാർ അതുപോലെ സഹോദരിമാരൊക്കെ നോമ്പെടുത്ത് ഇരിക്കുന്നവരായിരിക്കും അല്ലേ. മുഹറം 1 നോമ്പാണല്ലോ ഇന്ന്. ഒരുപാട് ആൾക്കാർ നോമ്പിലായിരിക്കും ഇന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. മുഹറം മാസത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത്. നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ട് തീർന്നു കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് ആയത്തുൽ കുർസി നിങ്ങൾ 360 എണ്ണം നിങ്ങളെ മനസ്സിലെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ചൊല്ലിത്തീർക്കുക. ഈ മുഹറം മാസം ആയത്തുൽ കുർസി 360 എണ്ണം. ഈ ആയത്തുൽ കുർസി നിങ്ങൾ ഒരൊറ്റ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കണമെന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് ഓതി തീർത്താലും മതി. ഇനി ഒറ്റ ഇരുപ്പിലിരുന്ന് എനിക്ക് ഓതി തീർക്കാൻ പറ്റും എന്നുള്ളവർ അങ്ങനെ ഓതി തീർക്കാം. അല്ലാത്തവർ തവണകളായിട്ട് ഓതുക. അതായത് നമ്മൾ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് 100 50 അങ്ങനെയൊക്കെ ഓതി ഘട്ടം ഘട്ടമായിട്ട് ഓതി തീർത്താൽ മതി. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയില്ല അല്ലേ. അപ്പം അവർ ഇതേപോലെ ചെയ്താൽ മതി. നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമുക്കല്ലേ. പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തവർ ആരുമില്ല. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് 100% ആൾക്കാരും ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ്. അപ്പം നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, ബുദ്ധിമുട്ട്, മനസ്സിലെ ടെൻഷന്, വല്ലാത്തൊരു മാനസികമായിട്ടുള്ള വിഷമം, പ്രയാസം, ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും മനസ്സിന് വല്ലാത്തൊരു ടെൻഷന്, ഒരാളോട് എൻ്റെ മാനസികമായിട്ടുള്ള വിഷമം പറയാൻ കഴിയാത്തവർ അങ്ങനെയുണ്ട്. ഭർത്താവിനാൽ മനസ്സിൽ ടെൻഷൻ അടിക്കുന്ന ഭാര്യമാർ എത്രയോ ഉണ്ട്. അതുപോലെ മക്കളാൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഓരോരുത്തർക്ക് ഓരോ വിധ പ്രയാസവും പ്രശ്നവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഈ മുഹറം മാസം നിങ്ങളെ മനസ്സിലെ പ്രയാസം നിങ്ങൾ നിയത്താക്കിയിട്ട് ഒന്ന് ചൊല്ലി നോക്കി. ആയത്തുൽ കുർസി നമ്മൾ സ്ത്രീകൾക്ക് മെൻസസ്സുള്ള സമയത്ത് ഓതാൻ പറ്റില്ല എന്ന് കരുതും. പക്ഷേ മെൻസസ്സുള്ള സമയത്തായാലും ഒരു ദിക്റാണ് ഞാൻ ചൊല്ലുന്നത്. ദിക്റാണ് എന്ന നമ്മുടെ മനസ്സിൽ ദിക്റാണ് ഞാൻ ചൊല്ലുന്നത് എന്ന് കരുതിയിട്ട് നമുക്ക് ആയത്തുൽ കുർസി ഓതാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു ദിക്റ് എന്ന നിലക്ക് ഓതാം. അപ്പം മെൻസസ്സുള്ളവരെ സ്ത്രീകളാണെങ്കിലും ഇതേ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക, നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം തീരാൻ. ഈ മുഹറം മാസം ഒരുപാട് ദിക്ർ ചൊല്ലുക. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സ്വലാത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ സ്വലാത്ത് നമുക്ക് ചെല്ലാൻ പറ്റുന്ന, നമുക്കിഷ്ടമുള്ള സ്വലാത്ത് നിങ്ങൾ 1000 തവണയോ 100 തവണയോ എൻ്റെ മാനസികമായിട്ടുള്ള ഇന്നാലിന്ന പ്രയാസം തീരാൻ ഞാനൊരു 100 സ്വലാത്ത് ചൊല്ലി തീർക്കുന്നു, അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലിത്തീർക്കുക. അപ്പോൾ ഒരുപാട് നമുക്ക് ഗുണം കിട്ടും. മുഹറം മാസമാണിത് അല്ലേ. ഒരുപാട് അമൽ ചെയ്യുക. നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസി നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് ഞാൻ 360 ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് ഓതി തീർക്കും. എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു നിയ്യത്ത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതി നോക്കി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒന്നായിട്ട് 360 എണ്ണം ഒറ്റ ഇരുപ്പിൽ ഓതാൻ പറ്റാത്തവർ ഘട്ടം ഘട്ടമായിട്ട് തവണകളായിട്ട് ഓതി തീർത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളെ മനസ്സിലൊരു നിയ്യത്ത് വെക്കുക, ഞാൻ 360 ആയത്തുൽ കുർസി ഓതും ഇൻഷാ അല്ലാഹ്. എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം, ശാരീരികമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞങ്ങളെ ബുദ്ധിമുട്ട്, വീട്ടിലെ പ്രയാസം, അങ്ങനെയുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ പറയുന്ന കാര്യമാണ്, ജീവിക്കാൻ തന്നെ മനസ്സില്ല, വല്ലാത്തൊരു മാനസികമായിട്ടുള്ള പ്രയാസമാണ്. അങ്ങനെയൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ പ്രശ്നമുണ്ട്, ഒരുപാട് എനിക്ക് വിഷമമുണ്ട്, അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കാതെ അള്ളാഹുവിനോട് നമ്മൾ കൂടുതലായിട്ട് ഈ മുഹറം മാസത്തിലൊക്കെ നോമ്പെടുക്കുക, അതുപോലെ ഒരുപാട് ദിക്ർ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ അള്ളാഹുവുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുക. അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും.
ഉണ്ടാവും, ഒരു പ്രയാസവും അള്ളാഹ് നമുക്ക് തരില്ല. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാര്യം ചെയ്ത് ഇന്ന് രാത്രി തന്നെ ഉത്തരം കിട്ടണം അങ്ങനെയല്ല പറയുന്നത്. അപ്പം നിങ്ങൾ ഈ മുഹറം മാസം ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക, ദിക്റ് ചൊല്ലുക, അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. അപ്പം നോമ്പ് നോറ്റവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ സ്വലാത്ത് മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് നേർച്ചയാക്കിക്കൊണ്ട് ചൊല്ലി നോക്കി. നിങ്ങളെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ 1000 സ്വലാത്ത് ചൊല്ലി തീർക്കും. ഞാൻ എന്നെ പ്രയാസം തീരാനാണ്, അല്ലെങ്കിൽ ഞാൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്റ് ഞാൻ ഒരു 100 എണ്ണം ചൊല്ലും. എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം തീരാനാണ്, എൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ട് തീരാനാണ്. അങ്ങനെ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം, നിങ്ങൾ ആരോടും പറയാതെ ഇരിക്കുന്ന നിങ്ങളെ മനസ്സിലുള്ള വിഷമം, അങ്ങനെ തുടങ്ങിയ ഏത് കാര്യത്തിനും ഇതേപോലെ നിങ്ങൾ ഈ മുഹറം മാസം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലി നോക്കി. നിങ്ങൾക്ക് റാഹത്തായി കിട്ടും. നിങ്ങളെ വിഷമം അള്ളാഹ് കാണും. അള്ളാഹു നിങ്ങൾക്ക് ഹൈറായ ജീവിതം തരും. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്. അതുപോലെ തന്നെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഓരോരുത്തർ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്ത് വിടുന്നത് കാണാറുണ്ട്. അപ്പം നിങ്ങളോടൊക്കെയാണ് പറയുന്നത്, ഇതേയൊക്കെ പോലെ നിങ്ങൾ ഈ രൂപത്തിലൊക്കെ ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്വലാത്ത് മനസ്സിൽ നിയ്യത്താക്കി നിങ്ങൾ നേർച്ചയാക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലുക. നിങ്ങളെ കാര്യമൊക്കെ അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹ് റാഹത്തിലാക്കി തരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല തഖ്വയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്. ഞാൻ ഈ കാര്യം ചെയ്താൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതിൻ്റെ കാര്യം അള്ളാഹ് ഞങ്ങൾക്ക് റെഡിയാക്കി തരും, റാഹത്താക്കി തരും, ഞങ്ങളെ ബുദ്ധിമുട്ട് തീരും. അതുപോലെ തന്നെ വേറെ ഒരുപാട് വേറെ 2-3 കമൻറ്റ് കണ്ടതാണ്. ഭർത്താവിൻ്റെ ഓരോ പ്രയാസം, ഭർത്താവിനാലുള്ള മാനസികമായിട്ടുള്ള പ്രയാസം, പ്രശ്നം, വിഷമങ്ങൾ അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെയാണ് പറയുന്നത്, ഒരു സലാത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഇബ്രാഹിമിയ സലാത്താണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സലാത്ത്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി ഖദ് ലാഖത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സലാത്ത്, അല്ല എങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നാരിയത്ത് സലാത്ത്, ഇബ്രാഹിമിയ സലാത്ത്, ഒരുപാട് സലാത്തുണ്ട്. ചെറിയ സലാത്തുകളുണ്ട്, വലിയ സലാത്തുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സലാത്ത് ഒരു 100 എണ്ണം, അത് തഖ്വയോട് കൂടിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിലെ പ്രയാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി. തീർച്ചയായിട്ടും നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ മാസത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്ത് കാരണത്താലാണോ നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത്, ആ പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് തീർത്ത് തരും, ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വെറുതെ അങ്ങനെ പറയുന്നതാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരോട് ഞാൻ ആദ്യമേ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട്, നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, 100% ഉറപ്പാണ്. മനസ്സിൽ ചെയ്യുന്ന കാര്യത്തിന് നല്ല തഖ്വ വേണം. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരവും അതും വേണം. നിസ്കരിക്കാതെ ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതിനൊന്നും ഒരു ഉത്തരം അള്ളാഹ് നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല, ദാരിദ്ര്യമുണ്ടാവും, എന്നും പ്രയാസവും ബുദ്ധിമുട്ടും ആയിരിക്കും ഉണ്ടാവുക. അപ്പം 5 വക്ത് നിസ്കാരം ഒന്നാമതായിട്ട് വേണ്ടത് അതാണ്. നിസ്കാരം കളാക്കരുത്, നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക, ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് ഈ മാസം വെറുതെ ആക്കരുത്, ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ ആയത്തുൽ കുർസി നിങ്ങൾ മാനസികമായിട്ടുള്ള നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് 360 എണ്ണം നേർച്ചയാക്കിയിട്ട് ഓതി നോക്കൂ, നല്ല തഖ്വയോട് കൂടിയിട്ട്. അപ്പോൾ ഈ ആയത്തുൽ കുർസി ഇപ്പം നിങ്ങൾ 360 എണ്ണം ഒറ്റ അടിക്ക് ഓതാൻ കഴിയാത്തവരൊക്കെ, ഇനിയിപ്പോൾ നിങ്ങളൊരു 10 എണ്ണമാണ് ഓതുന്നത് എങ്കിൽ ആ 10 എണ്ണം ഓതുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓതാൻ നോക്കുക. ആരോടും സംസാരിക്കാത്തൊരു സ്ഥലം
നോക്കിയിട്ട് ആരോടും സംസാരത്തിൽ ഏർപ്പെടാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഓതുക. അല്ലാതെ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെയാണ് ഖുർആൻ ഓതുന്ന സമയത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഖുർആൻ കുറച്ച് നേരം ഖുർആൻ ഓതും, അത് കഴിഞ്ഞിട്ട് ഖുർആനൊന്ന് മടക്കി പിടിക്കും, കുറച്ച് നേരം സംസാരിക്കും, പിന്നെ ഖുർആനൊന്ന് തുറക്കും. അങ്ങനെ ഒരിക്കലും ഖുർആനൊന്നും ഓതാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ തന്നെ എടുക്കരുത്. കാരണം ആ വർത്തമാനം എല്ലാ കാര്യവും കഴിഞ്ഞതിന് ശേഷം ഖുർആൻ ഓതിയാൽ മതി. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഖുർആൻ എടുത്തുകൊണ്ട് നമ്മുടെ നാടൻ വർത്തമാനം പറയുക. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ അടുത്ത് നിന്ന് നമുക്ക് ശ്രദ്ധയില്ലാത്തത്, അങ്ങോട്ട് മനസ്സ് വെക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിൽ വരുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാം, എന്നാലും അങ്ങനെ അങ്ങോട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ദിക്റായിക്കോട്ടെ സലാത്തായിക്കോട്ടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഇഖ്ലാസോട് കൂടി മനസ്സും ആ സലാത്തിനൊപ്പം വേണം, മനസ്സും ആ സ്വലാത്തിനൊപ്പം വേണം. അതുപോലെ തന്നെ നമ്മൾ ദിക്ർ ചെല്ലുന്ന സമയത്ത് ആ ദിക്റിലായിരിക്കണം നമ്മളെ മനസ്സ്, അല്ലാതെ വേറെ എവിടെയോ നമ്മളെ മനസ്സ് നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല. നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് പോലെ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഈ മുഹറം മാസം നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക. ഞാൻ ഇന്നലെയുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്, മുഹറം 1 മുതൽ 10 വരെ നോമ്പ് എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരാൻ മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് നിങ്ങൾ നോമ്പ് എടുത്തോളൂ, കഴിയുന്നവർ എടുത്തോളൂ എന്ന്. നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും നോമ്പെടുക്കാനൊന്നും പറ്റിയില്ല എന്ന് വരും. ഇനിയിപ്പോൾ നോമ്പെടുക്കാൻ പറ്റാത്തവർ കൂടുതലായിട്ട് ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ആയത്തുൽ കുർസിയും ചെല്ലാം. നമ്മൾ ദിക്റാണ് എന്ന നിലയ്ക്ക് ആയത്തുൽ കുർസി 360 എണ്ണം നിങ്ങളെ മനസ്സിലെ വിഷമം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഇതുപോലെയൊക്കെ ചെയ്താൽ ഫലം ഉറപ്പാണ്, ഫലം കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ, നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ചെയ്താൽ ഇതിനൊക്കെ നിങ്ങൾക്ക് അള്ളാഹ് ഫലം കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ നിങ്ങളെല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ റിപ്ലൈ തരാത്തത്. അപ്പം എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.